ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. കർത്താവിൻ്റെ ദാസി ഗോഡ്ലി സിജു ആണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജീവിതാനുഭവത്തിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. നിന്റെ ദാസിയ ദൈവം ബലപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് വായോടും നാവോടും കൂടെ ഇരിക്കണമേ. ദൈവം നടത്തിയ വിധങ്ങൾ വഴികളാ ഹല്ലേലൂയ കർത്താവ്. ഹല്ലേലൂയ ചെയ്ത അത്ഭുതങ്ങളൊക്കെ വിവരിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അത് വിവരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയുടെ മേൽ കൊടുക്കണമേ. ദൈവകൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിജി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ ഗോഡ്ലി? സന്തോഷമായിട്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. ഇനി അതിനുള്ള സമയമാണ്. ദൈവദാസിക്ക് അത് ജീവിതാനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സിസ്റ്റർ റേച്ചൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ രണ്ട് വരി പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നു. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലവൻ എന്നാളുമേ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലവൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടി വി ചാനലിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് കടന്നു വരുവാൻ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അതിന് എനിക്ക് അവസരം തന്ന സിസ്റ്റർ റേച്ചലിനോടും കുടുംബത്തോടും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് തീരുവാൻ, ബലമായി തീരുവാൻ, വിടുതലായിട്ട് തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഗോൾഡി സിജു എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ് സിജു. ഞങ്ങൾക്ക് 3 മക്കളെ ആൺമക്കളെ ദൈവം ദാനമായിട്ട് നൽകി. മൂത്ത പൈതൻ്റെ പേര് ഏബല്. ബിടെക് 3rd ഇയറിന് പഠിക്കുന്നു, നാട്ടിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ പൈതല് മൈക്കിള്, ബിടെക് 1st ഇയർ പഠിക്കുന്നു, ബാംഗ്ലൂർ പഠിക്കുന്നു. മൂന്നാമത്തെ പൈതലിൻ്റെ പേര് ഡാനിയല്, 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിൻ്റെ ദേശത്ത് താമസിക്കുന്നു. ഞങ്ങളിവിടെ ചർച്ചിൽ കടന്നു പോകുന്നത് ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയിൽ കഴിഞ്ഞ 20 വർഷത്തിൽ മേലായിട്ട് ദൈവത്തെ ആരാധിച്ചു പോകുന്നു. എൻ്റെ വീട് റാന്നിയിലാണ്. എനിക്ക് മാതാവും പിതാവും 2 സഹോദരിമാരുമുണ്ട്. എൻ്റെ നേരെ ഇളയ സിസ്റ്റർ ഓസ്ട്രേലിയയിൽ കുടുംബമായിട്ട് സെറ്റിലായിരിക്കുന്നു. അവർ വിശ്വാസത്തിലാണ്. ഇളയ സിസ്റ്റർ നാട്ടിലെ കുടുംബമായിട്ടായിരിക്കുന്നു. എൻ്റെ മാതാവും പിതാവും ഇളയ സിസ്റ്ററും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എൻ്റെ മാതാവും പിതാവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. പപ്പ എഡ്യൂക്കേഷൻ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മമ്മി ടീച്ചറായിരുന്നു.
ഞാൻ കുടുംബത്തിലെ മൂത്ത മകളായിട്ടാണ് ജനിച്ചത്. ഞാനൊരു ക്നാനായ യാക്കോബ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഞങ്ങള് എല്ലാ ദൈവഭക്തിയിലൊക്കെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എല്ലാ സൺഡേയിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുടുംബ പ്രാർത്ഥനയൊക്കെയും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ബൈബിള് വായിക്കുകയും പാട്ടുപാടുകയും സന്ധ്യ പ്രാർത്ഥനയൊക്കെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. നോമ്പ് നോക്കുകയും നേർച്ച കാഴ്ചകളും അങ്ങനെ എല്ലാ രീതിയിലും മതപരമായ എല്ലാ ഭക്തിയിലും ഞങ്ങൾ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നല്ല മക്കളായിട്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. മാതാപിതാക്കൾ ഞങ്ങളെ ശീലിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതാവ് ഒരു കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. അങ്ങനെയൊക്കെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയും രോഗവും വേദനയും ഒക്കെ എൻ്റെ മാതാവ് അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെയും ഞങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നുകൊണ്ടിരുന്നത്. ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആണ് എൻ്റെ മാതാവിന് SLE എന്ന് പറഞ്ഞ രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്. 2 വർഷത്തോളം അത് ഡയഗ്നോസ് ചെയ്യാതിരുന്നു, കണ്ടുപിടിക്കാതിരുന്നു. പിന്നെ കൂടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിൻ്റെ വലത്ത് കൈ റിസ്റ്റ് ഡ്രോപ്പായി. അങ്ങനെ ആയിരുന്നു പിന്നാണ് അത് കണ്ടുപിടിക്കാൻ ഇടയായത്. ഒത്തിരി പ്രയാസപ്പെട്ടു. ഞങ്ങളന്ന് കിടപ്പിലൊക്കെ മാതാവായി. ഒത്തിരി ദൈവദാസന്മാർ ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ദൈവം ആയുസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ആയുസ്സോടെ ആരോഗ്യത്തോടെ എൻ്റെ മാതാവായിരിക്കുന്നു. ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് പിന്നീട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുവാന് കർത്താവിൻ്റെ പ്രിയ മകളായി തീരുവാന് എനിക്ക് ജീവിതത്തിൽ ഭാഗ്യം നൽകി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം എല്ലാം അനുഗ്രഹമായിട്ട് നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപ എപ്പോഴും എൻ്റെ കൂടെ അന്നും ഉണ്ടായിരുന്നു. നല്ല മാർക്കൊക്കെയും ദൈവം എനിക്ക് തന്നു, മാനിച്ച് നടത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ BSc നഴ്സിംഗ് പഠനത്തിന് വേണ്ടി ഡൽഹിക്ക് കടന്നു പോകുന്നത്. അവിടെ 4 വർഷം അനുഗ്രഹത്തോടെ അവിടെയും പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. അവിടെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഈ പെന്തക്കോസ്ത് ചർച്ചിൽ പോയിട്ടുണ്ട്. പെന്തക്കോസ്ത് ചർച്ച് മാത്രമല്ല, എല്ലാ പള്ളികളിലും പോകുമായിരുന്നു. യാക്കോബ, കാത്തലിക് എല്ലാ പള്ളിയിലൊക്കെ മാറി മാറി പോകുമായിരുന്നു. പെന്തക്കോസ്ത് ചർച്ചിലും കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഉപരി കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും എനിക്കില്ലായിരുന്നു. വചനത്തിന്റെ സത്യങ്ങളോ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ സ്വർഗത്തിൽ നമ്മൾ അവകാശികളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. നമ്മൾ കൂടെ പോകാന്നുള്ളതെ എനിക്ക് ഇഷ്ടമായിരുന്നു പോകാൻ. അതുകൊണ്ട് ഞാൻ പോയി. എന്നാൽ കർത്താവ് എന്നെ നേരത്തെ കണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ കൃപയിലേക്ക് പിന്നെ വന്നു. അങ്ങനെ നഴ്സിംഗ് പഠനമൊക്കെയും നല്ല മാർക്കോടെ അവിടെയും പാസ്സാകാനൊക്കെ കർത്താവ് എനിക്ക് കൃപ നൽകി. എല്ലാം ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം എക്സ്പീരിയൻസ് എടുത്തിട്ട് ഈ കുവൈറ്റിൻ്റെ ദേശത്ത് കടന്നു വന്നു. ഇവിടെ ഒരു വിസിറ്റ് വിസയിലാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ പപ്പയുടെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പാപ്പൻ്റെ വൈഫും ഉണ്ടായിരുന്നു. ഈ 2 ആൻറ്റിമാരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആൻറ്റി കടന്നു പോകുന്ന ഈ ചർച്ച് ഓഫ് ഗോഡിൽ ആൻറ്റിയുടെ കൂടെ കടന്നു പോകാൻ ദൈവം എനിക്ക് കൃപ നൽകി. ആൻറ്റി ഒരു വിശ്വാസ വീരയായിരുന്നു, എൻ്റെ പപ്പയുടെ സിസ്റ്റർ. ഒരു കൂട്ടായ്മയും മുടക്കാതെ ആൻറ്റി എല്ലാ കൂട്ടായ്മയ്ക്കും കടന്നു പോകുമായിരുന്നു. ഞാനും മടി കൂടാതെ വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ ആൻറ്റിയുടെ കടന്നു പോകുമായിരുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവദാസന്മാരുടെ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പം ഈ ബൈബിളിലെ വചനത്തിന്റെ സത്യങ്ങളൊക്കെ അങ്ങനെ അറിയാനായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നു. നമ്മുടെ ഹൃദയം തുറക്കാതെ നമുക്കിതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ ചുംബിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്നുകൊണ്ട് ഞാൻ ഈ വചനത്തിന്റെ സത്യങ്ങളെ അറിയാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ കൽപ്പന, രക്ഷ, സ്നാനം ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ആ സമയത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ഇടയായി. ഒത്തിരി സമയം ബൈബിള് വായിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് സമയം കിട്ടിയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ജോലിക്ക് വേണ്ടി. അങ്ങനെ എനിക്ക് എൻ്റെ റിട്ടൺ ടെസ്റ്റ് പാസ്സായി. ഓറൽ ഇൻ്റർവ്യൂവിന് വേണ്ടി എന്നെ വിളിച്ചു.
എനിക്ക് എക്സ്പീരിയൻസ് കാർഡിയോളജി ആയിരുന്നു. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും രണ്ടുമൂന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ ഫെയിലാവോ, ഞാൻ പാസ്സാകത്തില്ല, ഞാൻ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പേടിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ അവരെൻ്റെ എക്സ്പീരിയൻസ് സ്ഥലത്തുനിന്ന് കാർഡിയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഞാൻ സെലക്റ്റഡ് ആയി. ഈ സമയത്ത് ഇവിടെ സത്യം പറഞ്ഞാൽ 1000 കേടിയൊക്കെ കൊടുക്കണമായിരുന്നു പാസ്സാകണമെങ്കിൽ. എന്നാൽ ഒരു കേടി പോലും കൊടുക്കാതെ സെലക്ഷൻ കിട്ടുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററും ഇവിടെയാണ് താമസിക്കുന്നത്. സിസ്റ്റർ ലോവി ആ സമയത്ത് ദൈവത്തിൻ്റെ കരുണയാൽ പൈസയൊന്നും കൊടുക്കാതെ പാസ്സാവാൻ ദൈവം സഹായിച്ചു. അവരും കുടുംബമായിട്ട് ഈ ദേശത്ത് താമസിക്കുന്നു. അങ്ങനെ ഈ സമയം കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം സഹായിച്ചു. സ്നാനപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആഗ്രഹിച്ചുകൊണ്ടിരുന്നെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ഒരു അടയാളം കാണിക്കണം, സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ. നമ്മൾ വചനത്തിൽ വായിക്കുന്നല്ലോ, ഗിദെയോന് ദൈവത്തോട് അടയാളം ചോദിച്ചെന്ന്. അങ്ങനെ ഞാനും കർത്താവിനോട് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് കിടന്നു, കർത്താവെ ഞാൻ സ്നാനത്തിനായിട്ട് സമർപ്പിക്കാം, എന്നാൽ ദൈവമേ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ അന്ന് രാത്രിയിൽ എൻ്റെ മമ്മി ഇതിനൊക്കെ ഇഷ്ടമൊക്കെ ആ മമ്മിക്ക് അന്നും ഇന്നും ഇഷ്ടമാണ്, എന്നാലും ഇതുവരെ വന്നിട്ടില്ല. എന്നാലും പപ്പായ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. ഞാൻ കുടുംബത്തിലെ മൂത്തതാണല്ലോ, ഞങ്ങൾ കനാനായക്കാരാണല്ലോ, അവിടെ നിന്നൊക്കെ വരുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടന്നപ്പം ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. എൻ്റെ പപ്പ സ്നാനപ്പെടാനായിട്ട് കടന്നു പോകുന്നു, കൂടെ കുറേ ആൾക്കാരും കൂടെ കടന്നു പോകുന്നു. അങ്ങനെ ഞാൻ രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു സ്നാനത്തിനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കടന്നു പോകുന്ന സഭയിൽ ആവരണം ഊരിയാൽ സ്നാനം കഴിപ്പിക്കത്തുള്ളായിരുന്നു, കർത്തൃമേശയും തരത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ആവരണം എങ്ങനെ ഊരുന്നേ, അത് ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. ഒരു കമ്മലെങ്കിലും ഇടാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതെല്ലാം ഊരി കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ എങ്ങനെയൊക്കെ ഇരിക്കുന്നെന്നുള്ള ഒരു പ്രയാസം അന്നേരം തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു. അന്നേരം ദൈവം എൻ്റെ മനസ്സിലൊരു ആലോചന തന്നു. നമ്മുടെ യൂദാസ്, കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പകരമായിട്ട് ശിഷ്യന്മാര് അടുത്ത ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചീട്ടിട്ടെന്ന് വായിക്കുന്നു. അതുപോലെ മത്തിയാസിനെ തെരഞ്ഞെടുത്തല്ലോ, അതുപോലെ ഞാനും ചീട്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പേപ്പറിന്റെ സൈഡിൽ ആഭരണം സ്നാനത്തിനായിട്ട് മാത്രം ഊരാം, മറ്റേ സൈഡിൽ എഴുതി താൽക്കാലികമായിട്ട് ഊരാം, പിന്നെ എടുത്തിടാം എന്നുള്ള ചിന്തിച്ചിട്ട് ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് ചീട്ടിട്ടു. അങ്ങനെ 3 പ്രാവശ്യം എനിക്ക് ചീട്ട് വീണപ്പം പെർമനന്റായിട്ട് ആഭരണം ഊരണമെന്നായിരുന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ ആഭരണം ഊരി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എനിക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എൻ്റെ ഇഷ്ടം ഇതാ, പക്ഷെ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ദൈവഹിതം ജീവിതത്തിൽ ഞാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയും, ദൈവഹിതത്തിന് വേണ്ടി മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാം, നമ്മുടെ ഇഷ്ടമല്ല. അങ്ങനെ എപ്പോഴും അന്ന് തൊട്ടേ ഞാൻ അങ്ങനെ മാത്രമായിരുന്നു പ്രാർത്ഥിക്കണ്ടേ, എന്തോ കാര്യം ഉണ്ടെങ്കിലും ആ ഒരു സെന്റൻസ് കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡിസംബർ 28 2001 ഞാൻ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാനും കർത്താവിനോട് ചേരുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ദൈവത്തിനെ ആരാധിച്ചു പോരുന്ന സമയത്ത് അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. 9 മാസം അതിനുവേണ്ടി കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഒരു ഉപവാസ പ്രാർത്ഥനയില് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ആത്മസ്നാനം പ്രാപിക്കാൻ ദൈവം ഭാഗ്യം നൽകിയത്. അന്നേരം പരിശുദ്ധാത്മാവിന്റെ കാര്യമായിരുന്നു ആ 3-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് കാറ്റായിട്ട്, വെള്ളമായിട്ട്, തീയായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാനും അഭിഷേകം പ്രാപിക്കുന്നത്. അതെന്റെ ജീവിതത്തിലെ വലിയൊരു ശ്രേഷ്ഠകരമായ ഒരു അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2003 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ദൈവം 3 കുഞ്ഞുങ്ങളെ, ആൺതലമുറകളെ ദൈവം ദാനമായിട്ട് നൽകി. 2ാമത്തെ കുഞ്ഞ് ഉണ്ടായപ്പം മറ്റേ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരുന്നു എക്സീമ, സ്കിൻ അലർജി ആയിട്ട്. ഈ 2ാമത്തെ കുഞ്ഞിന് ശരീരത്തിൽ മുഴുവനും
എക്സീമയായിട്ട് ഭാരപ്പെട്ടു. ഒത്തിരി സ്കിന്നൊക്കെയും പൊട്ടി വെള്ളം ഒലിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ കുവൈറ്റിൽ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തായെങ്കിലും ഒന്നും കുറയാനിടയായില്ല. അങ്ങനെ കുഞ്ഞിനെ 5 മാസമായപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു, ഡെർമറ്റോളജി ട്രീറ്റ്മെന്റ് എടുത്ത് അത് കുറയാനിടയായി. പിന്നെ 6 മാസം കഴിഞ്ഞപ്പം കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ക്ലൈമറ്റിൽ വീണ്ടും പഴയപടി ഫുള്ള് ശരീരത്തിൽ എക്സീമായിട്ട് തിരിച്ചു വന്നു. ആ മെഡിസിൻ ഒക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തെങ്കിലും ഒന്നും ഫലം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ സൗഖ്യമാക്കണേ എന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ കംപ്ലീറ്റ് എക്സീമയും ദൈവം സൗഖ്യമാക്കി. ഞാൻ ആ വിശ്വാസത്തോടെ ആ മെഡിസിൻ എല്ലാം എടുത്ത് കളയാനിടയായി. ദൈവം സൗഖ്യമാക്കിയതാൽ അത് കംപ്ലീറ്റ് പിന്നെ അത് മടങ്ങി വരത്തില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ കർത്താവ് കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. പിന്നെ ഇതുവരെയും കുഞ്ഞിന്റെ ജീവിതത്തിൽ അത് ദൈവകൃപയാൽ വരാൻ ഇടയായില്ല. പിന്നെ ഈ രണ്ടാമത്തെ കുഞ്ഞിനെ നാട്ടിൽ വിട്ട സമയം തൊട്ട് എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം 2-3 ദിവസം ചെറുതായിട്ടൊക്കെ ഉള്ളതിനും പിന്നെ 4-5 ദിവസം വരെ അത് പ്രൊലോങ് ആയിട്ട് ഇരിക്കുമായിരുന്നു മൈഗ്രെയിൻ. അതുമൂലം ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ഒക്കെ എടുത്താലും മാറത്തില്ലായിരുന്നു. എല്ലാ മാസവും എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു. ഷോളൊക്കെ തലയെ ചുറ്റി കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. ഞാൻ ചിന്തിച്ചിരുന്നു, കർത്താവ് എല്ലാവർക്കും ഓരോ രോഗവും ദുഃഖവും വേദനയൊക്കെ ഉണ്ടല്ലോ, ദൈവത്തോട് അടുത്ത് നിൽക്കാൻ. അതുപോലെ ആയിരിക്കും എനിക്കിത് എൻ്റെ ജീവിതത്തിൽ മാറത്തില്ലായിരിക്കും, അവസാനം വരെ ഇത് കാണും എന്നൊക്കെ ചിന്തിച്ചു. അപ്പോഴൊക്കെ കർത്താവിന്റെ ഒരു വചനം എന്നെ തന്നു. എപ്പോഴും അത് തന്നെ പറഞ്ഞ് ബലപ്പെടുത്തി. 2 കൊരിന്ത്യർ 12:9 എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനൽ തികഞ്ഞു വരുന്നുള്ള വചനം. ആ വചനത്തില് ഞാൻ ആശ്രയിച്ചു, ഞാൻ ധൈര്യപ്പെട്ടു. കർത്താവിന്റെ കാൽവരി കുരിശിലൊക്കെ ഞാൻ അന്നേരം ആ പിക്ചറൊക്കെ മനസ്സിൽ കാണുമായിരുന്നു. കർത്താവ് എന്തുമാത്രം യേശു കഷ്ടത അനുഭവിച്ചു, അതിന്റെ ഒരു അംശം പോലും എനിക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്, അത് മാറും, അത് സഹിക്കാനുള്ള കൃപ, അതുണ്ടേലും സഹിക്കാനുള്ള കൃപ എനിക്ക് തരുമെന്ന് ഞാൻ ധൈര്യപ്പെട്ടു. അങ്ങനെ ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ നാട്ടിൽ കടന്നു പോകുമ്പോഴൊക്കെ ഓരോ സമയത്തും ഓരോ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇടയായിട്ടുണ്ട്. മൈഗ്രെയിന് വേണ്ടി അലോപ്പതി, ആയുർവേദം, അങ്ങനെ ഹോമിയോ ഒക്കെ എടുത്തു. എന്നാലും പൂർണ്ണമായി ഒന്നും കിട്ടിയില്ല. നീണ്ട 16 വർഷങ്ങൾ ഞാൻ മൈഗ്രെയിനായിട്ട് ഭാരപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനൊരു ആശ്വാസം ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ ബലപ്പെടുത്തി, എന്നെ കൃപയിൽ നിർത്തി. ഭാരപ്പെട്ടെങ്കിലും എൻ്റെ മൈഗ്രെയിൻ അറിയാൻ വയ്യാത്തൊരു ആരും ഇല്ലായിരുന്നു. ഡ്യൂട്ടിയിലൊക്കെയും കടന്നു പോകുമ്പോൾ എല്ലാവർക്കും എൻ്റെ മൈഗ്രെയിൻ ഇഞ്ചക്ഷൻസും ഒക്കെ ഒത്തിരി ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കർത്താവിന്റെ ദയാകരുണ എന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായ സ്റ്റൊമക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടായിട്ട് മാറാതിരുന്നപ്പം ഞാൻ അൾട്രാസൗണ്ട് ചെയ്തപ്പം എനിക്ക് കോളിലിത്യാസിസ് എന്ന് പറഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇടയായി. പിന്നെ അതിന് അന്നേരം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. പിന്നെയും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല, ദൈവസന്നിധി പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. ഞാനും ഞങ്ങളുടെ കുടുംബവും പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ കൈകോർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ അവിടെ ഇല്ല, കംപ്ലീറ്റ് നോർമൽ ആയെന്ന് കാണുവാൻ ഇടയായി. അത് അങ്ങനെ ദൈവത്തിന്റെ രോഗസൗഖ്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ 2 ആക്സിഡൻസ് ഉണ്ടാകാനിടയായി. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് അതിനകത്തുനിന്ന് കർത്താവ് വിടുവിച്ചു. ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡും മൂത്ത പൈതലും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടി റോഡിന്റെ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയുടെ മേളിലോട്ട് വീഴാനിടയായി. മുന്നിലുള്ള ഫ്രണ്ട് ഗ്ലാസും മേളിലും കംപ്ലീറ്റ് പോകാനിടയായി. എയർ ബാഗ് ഓപ്പൺ ആയത് കാരണം നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. വലിയ ആപത്തുനിന്ന് ദൈവം വിടുവിച്ചു. അന്നേരം മഴയുള്ള സമയമായിരുന്നു, കറണ്ടൊക്കെ പാസ് ചെയ്യാനും കറണ്ട് അടിക്കായിരുന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അതുപോലെ തന്നെ വേറൊരു സമയത്ത് 2022 ഞങ്ങള് ഇവിടെ രാവിലെ ആരാധനയ്ക്ക് പോയ സമയത്ത്, കുടുംബമായിട്ട് ആരാധനയ്ക്ക് പോയ സമയത്തും വണ്ടി റോഡിന്റെ ഡിവൈഡറിൽ ഇടിച്ചു. സ്കിഡായിട്ട് വണ്ടി റോഡിന്റെ ഡിവൈഡറിൽ ഇടിച്ച് വണ്ടി കറങ്ങി. എന്നാൽ മറിയുവാൻ ഇടയായില്ല. അങ്ങനെ സീറ്റ് ബെൽറ്റ് മുറുകി എൻ്റെ കഴുത്തിന് മുറിവുണ്ടായി. മൂത്ത പൈതന്റെ കണ്ണിന്റെ സൈഡിലും മുറിവുണ്ടാകാൻ ഇടയായി. എന്നാൽ കണ്ണിനൊന്നും പറ്റിയില്ല. വണ്ടി മറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചേനെ. എന്നാൽ ദൈവം അതിനകത്തും അത്ഭുതമായിട്ട് കുടുംബമായിട്ട്
ഞങ്ങളെ വിടുവിക്കാൻ ഇടയായി. അങ്ങനെ ദൈവത്തിന്റെ കരുണ അടിയന്റെ കുടുംബത്തോട് ഉണ്ടായിരുന്നതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ ഞങ്ങളെ തിരികെ കയറ്റും എന്ന് പറയുന്ന പോലെ കർത്താവ് എല്ലാത്തിനകത്തൊന്നും വെടിവെച്ച് ബലപ്പെടുത്തി ഇതുവരെയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് 2020 എനിക്ക് അപ്രത്യക്ഷമായിട്ട് പ്രതീക്ഷിക്കാതെ ക്യാൻസർ എന്ന രോഗം എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഇടയായത്. ഞാൻ കാർഡിയോളജി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, CCUലാണ്. അന്നേരം കോവിഡ് സമയമായിരുന്നു. 2-3 മാസമായിട്ട് എനിക്ക് റൈറ്റ് ഷോൾഡറിനും കൈക്കും വേദന ഉണ്ടായിരുന്നു. കൈക്കും ഷോൾഡറിനും വേദന ഉണ്ടാകുന്ന പുറകെ അതിന് പുറമെ എനിക്ക് കാലിനും നടുവിനും എല്ലായിടത്തും ഒക്കെ വേദന ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള നോർമലായിട്ടുള്ള വേദന അന്ന് ഞാനും വിചാരിച്ചു. ഡ്യൂട്ടിയൊക്കെ ബിസി ആയിരുന്നു കോവിഡ് സമയം, അത് കാരണം പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചു, പക്ഷെ മാറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ മാറാതിരുന്നപ്പോൾ ഞാൻ ഓർത്തോ ഡോക്ടറെ ഇവിടെ കാണാൻ പോയി. ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു. എക്സ്റേ എടുത്തു, ഷോൾഡറിന്റെ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊന്നും വിചാരിച്ചില്ല, ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങ് പോരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡിന്റെ സിംറ്റംസ് കാണിച്ചു. എനിക്ക് ടേസ്റ്റും മണമൊന്നും ഇല്ലാത്ത പോലെ കാണിച്ചപ്പം വെറുതെ ചെക്ക് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവാ. അങ്ങനെ ഡോക്ടറെ കണ്ടു, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. കാരണം എക്സ്റേ എടുത്തപ്പം അതിനകത്ത് ഇൻഫെക്ഷൻ, കോവിഡിന്റെ പാച്ച് ഇൻഫിൽട്രേഷൻ ഒക്കെ കണ്ടായിരുന്നു. അത് കാരണം 2 ആന്റിബയോട്ടിക്കും വേറെ ടാബ്ലറ്റ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ക്വാറന്റൈൻ ആയി 14 days. ഈ ഓർത്തോ ഡോക്ടർ തന്ന മെഡിസിനും കോവിഡിന്റെ മെഡിസിനും എല്ലാം കഴിച്ചപ്പം കുറച്ച് കൈയുടെ വേദന കുറഞ്ഞു. കോവിഡിന്റെ ക്വാറന്റൈൻ സമയത്തും ഒത്തിരി പനിയും തലവേദനയിലൊക്കെ ഞാൻ ഭാരപ്പെട്ടു. കോവിഡിന്റെ സിംറ്റംസ് ഒക്കെയും പിന്നെയും ഒത്തിരി വന്നായിരുന്നു. എന്നാൽ ദൈവം ബലപ്പെടുത്തി. അങ്ങനെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ MRI ചെയ്യാനായിട്ട് കടന്നു പോകുന്നത്. ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണല്ലോ, ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു, പിന്നെയും ഓർത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പോകുന്നത്. പ്ലെയിൻ MRI ആണ് ആദ്യം ഞാൻ ചെയ്തത്. പ്ലെയിൻ MRI ചെയ്ത് കഴിഞ്ഞ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ കോൺട്രാസ്റ്റ് ചെയ്യാൻ പോവാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്? അത് അർജന്റാ, എന്തോ സസ്പെക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഞാന് നോർമലായിട്ടായിരിക്കും എന്നാണ് ചിന്തിച്ച് ടേബിളിൽ കിടന്നത്. അത് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. എനിക്ക് അങ്ങ് ഭയങ്കര ഭയം ഉണ്ടായി. എന്തിനാ ഇവര് ചെയ്യുന്നത്, എനിക്ക് എന്തോ ആണോ ഇവര് കണ്ടതെന്നൊക്കെയുള്ള പെട്ടെന്നുള്ള ഭയത്തിൽ ഞാനത് ചെയ്യിപ്പിച്ചില്ല. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. അത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരുന്നു കടന്നു പോയത്. വീട്ടിൽ വന്ന് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. എന്തോ എനിക്ക് ഡയഗ്നോസ് ചെയ്യാനാണോ ദൈവമേ പോകുന്നേ, മാരകമായ എന്തെങ്കിലും കാണുമെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി ഭയപ്പെട്ടു, ഭാരപ്പെട്ടു, ടെൻഷനൊക്കെ അനുഭവിച്ചു. രോഗഭയം, മരണഭയം ഒക്കെ എനിക്കുണ്ടായി. അന്ന് ഞാൻ ഒരു ദേവദാസന്റെ മെസ്സേജ് വാട്സപ്പിൽ കേട്ടു. ഏത് ദേവദാസനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഏത് ദേവദാസന്റെ മെസ്സേജ് ആയിരുന്നു. അന്ന് വാട്സപ്പിലൊക്കെ കോവിഡിന്റെ സമയത്ത് ഒത്തിരി ദേവദാസന്മാരുടെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ദേവദാസൻ മെസ്സേജ് പറഞ്ഞത് സങ്കീർത്തനങ്ങൾ 27:13 ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ആ വചനത്തിൽ കൂടെ ദൈവം എന്നെ ബലപ്പെടുത്തി, എന്നെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. എന്തു വന്നാലും ഞാൻ ജീവിക്കും, എന്തു ഡയഗ്നോസ് ചെയ്താലും കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എന്നിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ വചനത്തെ പറ്റി നമ്മൾ എബ്രായർ 4:12 പറയുന്നല്ലോ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചില്ലെന്നും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശക്തി അതെന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു, എന്നെ ധൈര്യപ്പെടുത്തി. ഒരു മനുഷ്യനും നമുക്ക് ചിലപ്പോൾ ആശ്വസിപ്പിക്കാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ ഏത് പ്രതികൂലം കർത്താവിന്റെ ഒരു വചനമായിരിക്കും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ അതിനകത്ത് ആശ്രയിച്ചാൽ അത് മതി നമുക്ക് ജീവിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം അവർ പറഞ്ഞ പ്രകാരം കോൺട്രാസ്റ്റ് MRI ചെയ്യാനായിട്ട് കടന്നുപോയി. കോൺട്രാസ്റ്റ് MRI ചെയ്ത് ഷോൾഡറിന്റെ കോൺട്രാസ്റ്റ് MRI ഷോൾഡർ ചെയ്യാൻ കടന്നുപോയി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ അവര് എനിക്ക് CT ചെസ്റ്റ് ചെയ്തു, പിന്നെ മാമോഗ്രാം ചെയ്തു. കാരണം MRI ഷോൾഡർ ചെയ്തപ്പോൾ എന്റെ ഷോൾഡറിനകത്ത് വലിയൊരു മുഴ അവര് കണ്ടു. അതിന്റെ ഒറിജിൻ കണ്ടുപിടിക്കാനായിട്ട് അവർ CT ചെസ്റ്റ് ചെയ്തു. CT ചെസ്റ്റ് ചെയ്തപ്പോൾ ലംബ് കണ്ടപ്പം അവർക്ക് മാമോഗ്രാം ചെയ്യണമല്ലോ. ബ്രസ്റ്റിനകത്ത് ലംബ് കണ്ടു CT ചെസ്റ്റ് ചെയ്തപ്പോൾ. അങ്ങനെ മാമോഗ്രാമിൽ ലംബ് കാണുകയും ബയോപ്സി എടുക്കുകയൊക്കെ ചെയ്തു.
ഞാൻ വളരെ സ്വസ്ഥതയോടും സമാധാനത്തോടും ഈ പ്രൊസീജിയറൊക്കെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്തത്. കിടന്നു, ടേബിളിലെല്ലാം കിടന്നു, ഒരു ഭാരം ഉണ്ടായില്ല. കർത്താവ് എനിക്ക് വചനം തന്നല്ലോ. യോബിനകത്ത് 10:12 വചനം ദൈവം എനിക്ക് തന്നു. അത് ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു ആ സമയത്തൊക്കെ. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്ന വചനം. ആ വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഈ പ്രൊസീജിയർ എല്ലാം തീരുന്നത് വരെ ഇരുന്നു. വളരെ സ്വസ്ഥത ഞാൻ അനുഭവിച്ചു. അങ്ങനെ ലാസ്റ്റിൽ ഈ ലംപിന്റെ ബയോപ്സി എടുത്തിട്ട് അയക്കാനിടയായി. 2 ദിവസം കഴിഞ്ഞപ്പം അതിന്റെ റിസൾട്ട് വന്നു. അത് മലിഗ്നന്റ് ആണെന്ന് റിപ്പോർട്ട് വന്നു, ക്യാൻസർ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ MRI റിപ്പോർട്ടും ഷോൾഡറിന്റെ റിപ്പോർട്ടും ബയോപ്സി റിപ്പോർട്ടും എല്ലാം കൊണ്ട് കുവൈറ്റിലെ ക്യാൻസർ സെന്ററിൽ, KCC എന്നാ പറയുന്നത്, ക്യാൻസർ സെന്ററിൽ കടന്നു പോകാനിടയായി. ഡോക്ടറിന്റെ റിപ്പോർട്ട് എല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് 4th സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് വിത്ത് ബോൺ മെറ്റാസ്റ്റാസിസ് എന്ന് ഡയഗ്നോസ് ചെയ്യാനിടയായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെറ്റ് സ്കാൻ ചെയ്തു. നമ്മുടെ ശരീരത്തിലെ വേറെ ഓർഗൻസിലോട്ടെല്ലാം സ്പ്രെഡ് ആയിട്ട് അറിയാനായിട്ടാണ്, വേറെ എവിടൊക്കെ സ്പ്രെഡ് ആയെന്ന് അറിയാൻ പെറ്റ് സ്കാൻ ചെയ്തു. ബോൺ സ്കാൻ ചെയ്തു. ബോൺ സ്കാൻ ചെയ്തപ്പം എൻ്റെ സ്കെലിട്ടൺ ഫുള്ള്, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അസ്ഥികളുടെ മേൽ ക്യാൻസർ വ്യാപിച്ചെന്ന് കണ്ടു. എന്നാൽ പെറ്റ് സ്കാൻ ചെയ്തപ്പം വേറെ അവയവങ്ങളൊന്നും, ആന്തരിക അവയവങ്ങളൊന്നും ക്യാൻസർ വന്നില്ലെന്ന് കണ്ടു. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നമ്മള് യിരെമ്യാ പ്രവാചനങ്ങളിൽ വായിക്കുന്നു, ദൈവം കടലിൽ കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലെ ക്യാൻസർ ഇതുവരെ ബാധിച്ചാൽ മതിയെന്ന് കർത്താവും അതിൽ വെച്ചിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ്, ക്യാൻസറിന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഷോൾഡറിന് വലിയ ലീഷൻ ഉള്ളതുകൊണ്ട് ഷോൾഡറിന് റേഡിയേഷൻ എടുത്തു. പിന്നെ എനിക്ക് സർജറി, ബ്രസ്റ്റിന്റെ സർജറി റിമൂവ് ഒന്നും ചെയ്തില്ല. കാരണം ഡോക്ടർ പറഞ്ഞു ഓൾറെഡി എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് പുറത്തു പോയത് കാരണം നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്താലും ചെയ്തില്ലേലും പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞോട്ട് എനിക്ക് ബ്രസ്റ്റിന്റെ സർജറി ചെയ്തില്ല. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങാനിടയായി. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് ശരീരത്തിലൊക്കെ എല്ലാ അസ്ഥികൾക്കും വേദന തുടങ്ങിയിരുന്നു. കാരണം എല്ലാ ബോൺസിലും ലീഷന്, ക്യാൻസർ മുഴകൾ ഉള്ളത് കാരണം, എൻ്റെ റിബ്സിലൊക്കെ ലീഷൻ ഉള്ളത് കാരണം എനിക്ക് ബ്രീത്ത് ചെയ്യാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. കാല് മടക്കാനും എടുക്കാനും എല്ലാ ബോൺസിലും ഉണ്ടല്ലോ. എൻ്റെ റേഡിയേഷൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ വളരെ സൂക്ഷിക്കണം, എങ്ങും വീഴല്ലേ, എങ്ങും ഇടിക്കല്ലേ, ഭാരം എടുക്കല്ലേ, കാരണം ബോണൊക്കെ ഫ്രാക്ചർ ആയി പോയാൽ അത് ശരിയാകത്തില്ല, കാരണം ലീഷൻ ഉള്ളതുകൊണ്ട് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാത്തിനെയും മറികടക്കാനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ദൈവം എന്നിൽ പകർന്നു. എൻ്റെ സഭയിലുള്ള എല്ലാ ദൈവമക്കളും, ദൈവദാസനും കുടുംബവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു നമ്മൾ വായിക്കുന്നു. അതിന്റെ ഫലമായിട്ട് എനിക്ക് ഇത്രത്തോളം സൗഖ്യം ദൈവം നൽകി. ചെയിൻ പ്രെയർ, ചെയിൻ ഫാസ്റ്റിംഗ് പ്രെയർ, ഉപവാസ പ്രാർത്ഥനകളൊക്കെ എനിക്ക് വേണ്ടി ക്രമീകരിച്ചു. കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിച്ചു. പിന്നെ എന്നെ അറിയാവുന്നവര്, ഈ ദേശത്തുള്ളവരും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവര്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നമുക്ക് വാഗ്ദത്തം ഉണ്ടല്ലോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാന്ന്. യേശുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്നാ ദൈവത്തിന്റെ വചനം. ആ അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവ് എന്റെ ശരീരത്തിലും പകർന്നു. ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ജോലിക്ക് പോകാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. കുടുംബത്തിന്റെ കാര്യം നോക്കാനും എല്ലാം കർത്താവ് സഹായിച്ചു. ഈ സമയത്തൊക്കെ ദൈവികമായ സ്വസ്ഥതയും സമാധാനവും ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കാൻ കർത്താവ് കൃപ ചെയ്തു. കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു അമ്മയുടെ ഫെയ്ത്തിന്റെ ടെസ്റ്റാ എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഡോക്ടേഴ്സ്, ഇൻചാർജ്, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കെയർ ചെയ്തു. എന്നെ അവർ സ്നേഹിച്ചു. നമ്മളെ ഒരു കഷ്ടതയും നമ്മളെ ഇട്ടിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ കൂടെ ദൈവമുണ്ട്. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. എന്നെ സഹായിക്കുന്നവരുടെ യഹോവ എന്റെ പക്ഷത്തുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ എല്ലാവരും എന്നോട് എന്നെ സ്നേഹിക്കാനും എന്നെ കരുതുവാനും ദൈവം എല്ലാം മുഖാന്തരമാക്കി തീർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മള് ദൈവം അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് അറിയാം, ലൂക്കോസ് 12:7 പറയുന്നു നമ്മുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നെന്ന്.
അതിലൊന്നും നിലത്ത് വീഴണമെന്നെങ്കിൽ കർത്താവ് അറിയണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. 130 സങ്കീർത്തനത്തിലും പറയുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എന്റെ നടപ്പും കിടപ്പും എല്ലാം നിനക്ക് മനസ്സിൽ, നീ ശോധന ചെയ്യുന്നു, എന്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. നമ്മള് അടുത്ത നിമിഷം പറയാൻ പോകുന്ന വാക്ക് നമുക്കറിയത്തില്ല, എന്നാൽ അത് കർത്താവിന് അറിയാം. നാളെ നമ്മൾ പറയാൻ പോകുന്ന വാക്കും നമ്മളിപ്പോ ചിന്തിക്കുന്നില്ല, പക്ഷെ അത് ദൈവത്തിന് നേരത്തെ അറിയാം. അങ്ങനെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കഷ്ടത, വേദന നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ കടന്നു പോകാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങിയിട്ട് ഇപ്പം 4.5 വർഷമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. എന്റെ ഹോർമോൺ ട്രീറ്റ്മെന്റിനകത്ത് എനിക്ക് ഇഞ്ചക്ഷന്, ടാബ്ലറ്റ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ശരീരത്ത് വേദനയ്ക്ക് പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള പാച്ച് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നടത്തിയ ഓരോ പെറ്റ് സ്കാനുകളും എല്ലാ 6 മന്ത്സും എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യും. ഓരോ 6 മന്ത്സ് കഴിയുമ്പോഴും പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ആക്റ്റീവായിട്ടുള്ള ക്യാൻസറിന്റെ ലീഷൻ എല്ലാം മാറാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ എൻ്റെ ബോൺസിലുള്ള ആ ലീഷനെല്ലാം ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്, ഒരു ഡോർമെന്റ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. 4 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെയും എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷെ അതെല്ലാം മറികടക്കാനുള്ള ദൈവകൃപ എന്നിൽ പകർന്നു തന്നിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്ന ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ. അങ്ങനെ ഡോക്ടറിന്റെ അടുക്കൽ ചെക്കപ്പിന് പോകുന്നുണ്ട്, പെറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ചെക്കപ്പും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുന്നു. ഈ കഴിഞ്ഞ 6 മാസത്തിൽ മേലായി ഞാൻ അവിടെ CCU ഡ്യൂട്ടിയൊക്കെ ബിസി ആയിരുന്ന കാരണം ഞാൻ ഒരു ലൈറ്റ് ഏരിയ ആയിട്ടുള്ള OPD ട്രാൻസ്ഫർ ചോദിച്ചു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ സമയത്തൊക്കെ അനേകരെ ഈ രോഗത്തിൽ കൂടെ പോകുന്നുള്ള അനേകരെ ആശ്വസിപ്പിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായിരിക്കും കർത്താവിനെ എന്നെ കുറിച്ചുള്ള ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കി. പലപ്പോഴും ദാവീദ് പറയുന്നുണ്ടല്ലോ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകാതെ മറിച്ച് ഒരു അത്ഭുതമായിട്ട് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. 119 സങ്കീർത്തനത്തിന് 71 വാക്യത്തിനാണ്, എന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായെന്ന്. ദൈവം നമുക്ക് കഷ്ടത വെച്ചിരിക്കുന്നത്, പ്രയാസം വെച്ചിരിക്കുന്നത് നന്മയ്ക്കായിട്ട് ദൈവം തീർക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് പറഞ്ഞതിലോട്ട് എല്ലാം കർത്താവ് നന്മയ്ക്കായിട്ട് ചെയ്യും. യോബിൽ 23:10 പറയുന്നു, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പോലെ പുറത്തു വരുമെന്ന്. അങ്ങനെ കർത്താവിന്റെ നമുക്ക് തന്നിരിക്കുന്ന കഷ്ടത, വേദന, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഭാവത്തോട് അനുരൂപമാകുവാൻ നമുക്ക് തരുന്ന കഷ്ടതകളൊക്കെ നമ്മൾ സന്തോഷിക്കാൻ ഇടയായി തീരണം. തീച്ചുളയുടെ അനുഭവമാണ് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ എനിക്കിടയായത്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം, വചന ധ്യാനം ഒക്കെ മെച്ചപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. കൂടുതൽ സമയം ദൈവത്തിന്റെ വചനത്തിൽ മുന്നിലിരിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ആ വചനത്തിൽ സന്തോഷിപ്പാൻ കർത്താവിനെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതലിനെ തകർക്കാൻ ഒരു രോഗശക്തിക്കും സാധ്യമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവം ഉപയോഗിക്കാനുള്ള ആളാണെങ്കിൽ ദൈവം തക്ക സമയത്ത് ഉപയോഗിക്കും. പക്ഷെ നമ്മളൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് ദൈവത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ ദൈവം ചെയ്യും. വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മളിത് മാറ്റി നല്ലതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കും. എന്നാൽ നമ്മൾ ആ സമയത്ത് പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മളെ സമർപ്പിച്ചാൽ തക്ക സമയത്ത് ദൈവത്തിന്റെ മഹത്വം കാണാൻ ദൈവം ഇടയാക്കും. ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നിറവേറുവാൻ കർത്താവ് സഹായിക്കും. അങ്ങനെ കൂടുതൽ കർത്താവിനോട് അടുപ്പാന് ഈ ഒരു രോഗം മൂലം ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കളും ഇളയ സഹോദരിയും കുടുംബം ഇതുവരെയും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവർ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ളവർ ഒത്തിരി പേരുണ്ട്, എൻ്റെ ചാർച്ചക്കാര്, എൻ്റെ ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെയും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാനും ഈ സത്യദൈവത്തെ ആരാധിപ്പാനും നിത്യജീവന അവകാശിയായി തീരുവാനും അവർക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ
ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതം താൽക്കാലികമായ ജീവിതമാണ്. എന്നാൽ നിത്യമായ ഒരു ഭവനം ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തില് ഒരുക്കി വെച്ചിരിക്കുന്നു. ആ ഒരു നിത്യരാജ്യത്തില് നമ്മളെ നമ്മളെ ചേർക്കാൻ തോന്നിയ ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. എന്റെ ഒരു സമയത്ത് എന്റെ കയ്യിൽ ഇങ്ങനെ വാട്സ് വരുമായിരുന്നു, അരിമ്പാറ എന്ന് പറഞ്ഞ്. അങ്ങനെ അതൊരു വൈറസ് ഇൻഫെക്ഷൻ ആണെന്നാ പറയുന്നത്. അത് പല പ്രാവശ്യം ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് മാറിയില്ല. ഒരു ദിവസം ഒരു കംപ്ലീറ്റ് വിരലിൽ ഫുള്ള് വാട്സ് വരാൻ ഇടയായി. അത് മുകളിൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അന്നേരം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഒരു വിരലിൽ പല വാട്സ് ഉള്ളതുകൊണ്ട് ഒത്തിരി ഒരു 7-8 എണ്ണം അത് നമ്മൾ റിമൂവ് ചെയ്താൽ കൺട്രാക്ചർ ആകുമെന്ന് പറഞ്ഞു വിരല്. അപ്പം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്നപ്പം ദൈവം എന്നെ ഒരു ദിവസം സൗഖ്യമാക്കി. ആ കംപ്ലീറ്റ് വാട്സ് മുഴുവനും മാറുവാൻ കർത്താവ് സഹായിച്ചു. ആ ഒരു രോഗസൗഖ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് പറയാൻ വിട്ടുപോയി. പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ആ വാട്സ് എനിക്ക് വരാൻ ഇടയായില്ല. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സൗഖ്യം ഒക്കെ കാണുവാൻ ഇത്രത്തോളം കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. പിന്നെ ഇത്രത്തോളം സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഈ ജോയ്സ് TV ചാനലിൽ കടന്നു വരുവാനും ഒരു കർത്താവിന്റെ ഒരു സാക്ഷിയായി തീരുവാനും ദൈവം ഇത്രത്തോളം സഹായിച്ചതിനായിട്ട് സ്തോത്രം. സിസ്റ്റർ റേച്ചലിനോടുള്ള നന്ദിയും സ്നേഹം അർപ്പിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ സിസ്റ്റർ, ഈ സിസ്റ്റർ പറഞ്ഞായിരുന്നു 16 വർഷം മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് കർത്താവ് സൗഖ്യമാക്കിയതാണോ? കർത്താവ് സൗഖ്യമാക്കിയതാ. എനിക്ക് ഈ ട്രീറ്റ്മെന്റ് 2020 ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പം ഓട്ടോമാറ്റിക്കലി ആ മൈഗ്രെയിൻ സ്റ്റോപ്പ് ആകാനിടയായി. അതുവരെ ഉണ്ടായിരുന്നു മൈഗ്രെയിൻ മാറി. പിന്നെ ഓക്കെ 16 വർഷം മൈഗ്രെയിനാൽ ഭാരപ്പെട്ടു. അത് കർത്താവ് അങ്ങ് ഓട്ടോമാറ്റിക്കലി അതങ്ങ് തന്നെ മാറിപ്പോയി. ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എന്നാലും പിന്നെയും വരുമായിരുന്നു, അത് മാറുന്നില്ലായിരുന്നു. 16 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ആശ്വാസം അതിന് കിട്ടിയത്. കർത്താവ് പൂർണ്ണമായി പല രോഗങ്ങളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. വലിയ ഈ ക്യാൻസറിന്റെ അവസ്ഥയിൽ നിന്നും കർത്താവ് എന്തോ ചെയ്തു, ഇത്രത്തോളം ഒക്കെ വിടുവിച്ച് കർത്താവിൻ്റെ ഒരു സാക്ഷിയാക്കി നിർത്തി. മഹാരോഗം മൂലം എനിക്ക് ഒത്തിരി ഗുണം ഉണ്ടായെന്ന് പറഞ്ഞു. കർത്താവിനോട് അടുക്കുവാനുള്ളതായ ഒരു ഗുണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. കർത്താവ് നമ്മെ ശുദ്ധീകരിച്ച്, അതെ, കർത്താവ് നമ്മളെ രോഗങ്ങൾ നൽകി തരുന്നത് നമ്മുടെ കർത്താവിനോട് നാം അനുരൂപരായി തീരേണ്ടതിനാണ്. പലപ്പോഴും എന്നാൽ സിസ്റ്റർ പറഞ്ഞ പോലെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ കർത്താവിനോട് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, കഷ്ടത സഹിപ്പാനുള്ള കൃപയില്ലാതെ. എന്നാൽ പ്രിയ ഗോഡ്ലിക്ക് കർത്താവ് അതൊക്കെ സഹിപ്പാനുള്ള കൃപ ഒക്കെ തന്ന് കർത്താവ് ഇവിടെ വരെ നിർത്തിയിരിക്കുന്നല്ലോ. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവ് പൂർണ്ണ ബലവും ശക്തിയും ആരോഗ്യം തന്ന അനേക ജീവിതങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള കൃപ കർത്താവ് നൽകി തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ ഗോഡ്ലി, കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഗോഡ്ലി, പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കർത്താവെ അല്പസമയം കർത്താവെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളൊന്നുമില്ല ഏതുമില്ല എന്ന് സമ്മതിക്കുന്ന കർത്താവെ, പുഴുവാനും പ്രശംസിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല, എല്ലാം കർത്താവിന്റെ ദാനമാകിയാൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന അവിടുത്തെ കൃപയാണെന്ന് പറയുന്നപ്പ കർത്താവ് ഞങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ സാക്ഷി പറയാൻ ദൈവം ബലപ്പെടുത്തി ഈ സാക്ഷ്യം കേൾക്കുന്ന കർത്താവെ അനേകരുടെ ജീവിതത്തിൽ, സഹോദരങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുവാൻ കർത്താവെ ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ, കർത്താവിനോടുള്ള വിശ്വാസത്തിൽ കർത്താവെ മുന്നേറുവാൻ കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് കർത്താവെ അത് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവദാസിയെ ബലപ്പെടുത്തണമേ. ഇത്രത്തോളം കർത്താവെ ഈ ചാനലൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള അഭിഷേകം കൃപ ദാസിയുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. പിന്നെയും ഈ ജോയ്സ് TV ചാനല് അനേകർക്ക് ഒരു സാക്ഷ്യം പറയാൻ കടന്നു വരുവാനും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും ദൈവം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി
അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാസിയെയും ദാസനെയും കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി പിന്നെയും കർത്താവെ ഉപയോഗിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ കുടുംബമായവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനെ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. പരിശുദ്ധാത്മാവ് കൂടി ഉണ്ടായിരുന്ന നാട് സ്തോത്രം. കുറവുള്ള കുറ്റങ്ങൾ ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട നാട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ.